ഓക്കെ, വലിയ രസമൊന്നും ഇല്ല, കുഴപ്പമില്ല. ഡയറക്ഷൻ അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല. മമ്മൂട്ടിയെ കാണാം, അത്രേ ഉള്ളൂ. ഇതും കൊള്ളാം, ക്രിസ്റ്റോ അടിപൊളി. അത് കണ്ടപ്പോ അതാ തോന്നിയ പുലിമുരുകൻ അറേഞ്ച് ആയിരുന്നു. പക്ഷെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, എന്റർടൈൻമെന്റ്. എന്തോ പടത്തിന്റെ മ്യൂസിക് നല്ലതാണ്, പിന്നെ ആക്ഷൻ പടമാണ്, ഫാൻസ് മൂവിയാണ്, പിന്നെ ഡയറക്ഷൻ ഭയങ്കര പോരായിരുന്നു എന്ന് തോന്നി. നല്ല സിനിമയാണ്, മമ്മൂക്കനെ കണ്ടുകൊണ്ടിരിക്കാം. ആ ഒരു ട്രീറ്റ് എന്തായാലും ഉണ്ട്. ഇറ്റ് വാസ് ഓൾവേസ് ദേർ. നല്ല പടമായിരുന്നു. VFX കൊള്ളൂലായിരുന്നു ചേട്ടാ. ഡയറക്ഷൻ അത്ര രസം ഉണ്ടായിരുന്നില്ല. പിന്നെ VFXും ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു അത് VFX ആണ് എന്നുള്ളത്. പിന്നെ മമ്മൂക്കനെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ത്രില്ലുണ്ടായിരുന്നു. പിന്നെ മ്യൂസിക് അടിപൊളിയായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഹാഫിനെക്കാളും സെക്കൻഡ് ഹാഫ് തന്നെയാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇത് പറയേണ്ട ഒരു ഫാക്ടർ മമ്മൂട്ടി, സെക്കൻഡ് ഫാക്ടർ ക്രിസ്റ്റോ സേവിയർ അടിപൊളിയായിരുന്നു. അങ്ങനെ തന്നെ ഫുൾ ആ പടത്തിന്റെ വേറെ ലെവലിലോട്ട് കൊണ്ടുവന്ന്. പിന്നെ കുറച്ച് പോരായ്മകളുണ്ട്, നമ്മളത് പറയാൻ ആളല്ല ബേസിക്കലി. ബട്ട് നമുക്കൊരു വ്യൂവർ എന്നുള്ള രീതിയിൽ നമുക്ക് അതിന്റെ VFXലൊക്കെ ആണെങ്കിലും നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. സോ എനിക്കിഷ്ടപ്പെട്ടു പടം. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. ഇത്ര തന്നെ. നല്ല കുറച്ച് ഇടി കാണണോ, വന്ന് കയറിക്കോ, ഇത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. നല്ല പടം, കാണാൻ പറ്റുന്നതാണ്. എല്ലാം നല്ല ഇഷ്ടമാണ്. പാട്ട് എന്തായാലും കാണാൻ വെയിറ്റ് ചെയ്യുക. ശരി, നല്ല പടം. ശരി, താങ്ക് യു. സൂപ്പർ സിനിമ, സൂപ്പർ. ഹാഫ് ഭയങ്കര ക്ലീശയാണ്, പക്ഷെ സെക്കൻഡ് ഹാഫ് ലാസ്റ്റ് സീനും BGM-ഉം ആക്ഷനും സീനും രക്ഷയില്ല. ഭയങ്കര ചാടി അങ്ങ് തിമിർത്താളൻ. പറയാൻ ഇതൊക്കെ തന്നെയാണ് പറയാൻ. അടിപൊളി കേട്ടോ, സെക്കൻഡ് ഹാഫ് പൊളിച്ച്. കുറച്ച് കൂടുതലുണ്ടെങ്കിലുള്ള സൂപ്പർ പടം. ഇനി കുറച്ച് കൂടുതലുണ്ടെങ്കിലുള്ള നല്ല സിനിമയായിരുന്നു. സൂപ്പർ കൊള്ളാം. പടം. അടിപൊളി ആക്ഷൻ. മാസായിരുന്നു സെറ്റ് പടം. എന്തായാലും അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. മൂക്ക പൊളിച്ചിട്ടുണ്ട്, അടിപൊളി പടം. കയറാൻ പോവാണ്.